ഇന്ന് ഹോർമോണുകൾ എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹോർമോണുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയേണ്ടത് അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചാണ്. എന്താണ് അന്തസ്രാവി വ്യവസ്ഥ? ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ അഥവാ എൻഡോക്രൈൻ സിസ്റ്റം. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ അന്തസ്രാവി വ്യവസ്ഥയിൽ ഒരുപാട് ഗ്ലാൻസുകളുണ്ട്, അതായത് അന്തസ്രാവി ഗ്രന്ഥികളുണ്ട്. ഈ അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങളായ ഹോർമോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ഈ അന്തസ്രാവി വ്യവസ്ഥയിലുള്ള അന്തസ്രാവി ഗ്രന്ഥികൾ പുറപ്പെടുവിപ്പിക്കുന്ന സ്രവങ്ങളെ എന്താണ് അറിയപ്പെടുന്നത്? ഹോർമോണുകൾ. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉണ്ടാക്കുന്ന സ്രവങ്ങളാണ് ഹോർമോണുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഹോർമോണുകൾ? കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ ഏതാണ്? അന്തസ്രാവി വ്യവസ്ഥയാണ്. അന്തസ്രാവി ഗ്രന്ഥികളും അവയുടെ സ്രവങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഹോർമോണുകളുമാണ് ഈ അന്തസ്രാവി വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നത്. ഇനി എന്താണ് ഹോർമോണുകൾ? കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമില്ല. അപ്പോൾ ഈ അന്തസ്രാവി ഗ്രന്ഥികളിൽ എന്താണ്? ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തേക്കും എത്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ ഹോർമോണുകളെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട് പ്രത്യേകിച്ച് ഡക്ട്സ് ഒന്നുമില്ല, കുഴലുകളൊന്നും നമ്മുടെ ദേഹത്തില്ല. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ നാളീരഹിത ഗ്രന്ഥികൾ, ഡക്റ്റിലസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് അല്ലെങ്കിൽ ശരീരകോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ, ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഡക്ട്സ് ഒന്നും ഇല്ല എങ്കിൽ ഈ അന്തസ്രാവി ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ആവശ്യമായിട്ടുള്ള കോശങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും എത്തിച്ചേരുന്നത്? രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. അപ്പോൾ ഹോർമോണുകൾ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യമായിട്ടുള്ള കോശങ്ങളിലേക്ക് എത്തുന്നത്? ഹോർമോൺ ആവശ്യമായ കോശങ്ങളിലേക്ക് എത്തുന്നത് രക്തത്തിലൂടെയാണ്. അപ്പോൾ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. അന്തസ്രാവി വ്യവസ്ഥയിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നത്? അന്തസ്രാവി ഗ്രന്ഥികളും അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളായ ഹോർമോണുകളും. എന്താണ് ഹോർമോണുകൾ? കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. എന്തുകൊണ്ടാണ് അന്തസ്രാവി ഗ്രന്ഥികളെ ഡക്ട്ലെസ് ഗ്ലാൻസ് അല്ലെങ്കിൽ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നത്? അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ശരീരകലകളിലേക്ക് അല്ലെങ്കിൽ കോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമൊന്നുമില്ല. അതിനാൽ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ അഥവാ ഡക്ട്ലെസ് ഗ്ലാൻസ് എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഹോർമോൺ എങ്ങനെയാണ് സംവഹിക്കപ്പെടുന്നത്? രക്തത്തിലൂടെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്. ഹോർമോണുകൾ ലക്ഷ്യകോശങ്ങളിലേക്ക്. അപ്പോൾ ഹോർമോണുകൾ എന്താണെന്ന് നമുക്കറിയാം. കോശങ്ങളിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ്. അപ്പോൾ എന്താണ് ഈ ലക്ഷ്യകോശങ്ങൾ? നമുക്ക് നോക്കാം. രക്തത്തിൽ കലർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഹോർമോണുകൾ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ട്. എന്നാൽ
ഈ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഈ ഹോർമോണുകൾ ആവശ്യമാണോ? ഓരോ ഹോർമോണും പ്രത്യേക ഗ്രാഹികളുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇത് രക്തത്തിൽ കലർന്ന് നമ്മുടെ ശരീരത്തിലെമ്പാടും എത്തിച്ചേരുന്നുണ്ടെങ്കിലും ഹോർമോൺ ആവശ്യമുള്ള ചില കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിലെല്ലാം തന്നെ ഇതിനെ ആഗിരണം ചെയ്യുന്നതിനായിട്ടുള്ള ഗ്രാഹികളുമുണ്ട്. ഇങ്ങനെയുള്ള കോശങ്ങളിൽ മാത്രമേ ഈ ഹോർമോണുകൾ പ്രവർത്തിക്കുകയുള്ളൂ. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇത്തരം കോശങ്ങളെയാണ് ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്, ടാർഗറ്റ് സെൽസ്. പിക്ചർ ശ്രദ്ധിച്ചേ. രക്തത്തിലൂടെ ഹോർമോണിന്റെ തന്മാത്രകൾ സംവഹിക്കപ്പെടുന്നുണ്ട്. ഇവിടുത്തെ കോശങ്ങളുണ്ട്. കോശങ്ങളിലെല്ലാം ഈ ഹോർമോണുകളെ ആഗിരണം ചെയ്യുന്നതിനായിട്ട് എന്തുണ്ട്? കോശസ്തരത്തില് ഹോർമോൺ ഗ്രാഹികളുണ്ട്. കോശസ്തരത്തില് ഹോർമോൺ ഗ്രാഹികളുണ്ട്. അപ്പോൾ ഈ ഹോർമോൺ ഗ്രാഹികൾ വഴി ഹോർമോൺ കോശത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഈ പിക്ചറിലേക്കൊന്ന് നോക്കിയേ. നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അന്തസ്രാവി വ്യവസ്ഥയിലെ അന്തസ്രാവി ഗ്രന്ഥികളുടെ പിക്ചറാണ് ഇവിടെ ഉള്ളത്. നോക്കിയേ, എത്ര അന്തസ്രാവി ഗ്രന്ഥികളാണുള്ളത്? പൈനിയൽ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി, പാൻക്രിയാസ്, വൃഷണങ്ങൾ, അണ്ഡാശയങ്ങൾ. 10 ഗ്രന്ഥികളാണുള്ളത് അല്ലേ? നോക്കിയേ, നമ്മുടെ ബ്രെയിനിനുള്ളിൽ തന്നെ 3 അന്തസ്രാവി ഗ്രന്ഥികളാണുള്ളത്. ഏതൊക്കെയാണ്? പൈനിയൽ ഗ്രന്ഥി അഥവാ ഇതിനെ പീനിയൽ ഗ്രന്ഥി എന്നും പറയുന്നുണ്ട്. ഹൈപ്പോതലാമസ്, ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. അതൊരു അന്തസ്രാവി ഗ്രന്ഥി കൂടിയാണ്. പിറ്റ്യൂട്ടറി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി എന്നറിയപ്പെടുന്നു. പിന്നെ ഏതാണുള്ളത്? കഴുത്തിന്റെ ഭാഗത്തേക്ക് വന്നാല് തൈറോയിഡ് ഗ്രന്ഥി, തൈറോയിഡിന്റെ ബാക്കിലായിട്ട് പാരാതൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡിനും പാരാതൈറോയിഡിനും തൊട്ട് താഴെയായിട്ട് ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഏതാണുള്ളത്? തൈമസ് ഗ്രന്ഥി. ഇത് ഇനി സ്റ്റൊമക് ഏരിയയിലാണ്. ഇത് വൃക്കയാണ്. വൃക്കയുടെ മുകളിൽ ക്യാപ്പ് പോലെ കാണപ്പെടുന്ന ഈ ഗ്രന്ഥിയാണ് നമ്മൾ അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. വൃക്കയുടെ മുകളിലായതിനാൽ ഇതിനെ നമ്മൾ അതിവൃക്ക ഗ്രന്ഥി എന്നും പറയും. ഒരു ലീഫ് ലൈക്ക് സ്റ്റൊമക്കില് ആമാശയം ഇങ്ങനെ കഴിഞ്ഞ് ചെറുകുടൽ തുടങ്ങുമ്പോൾ ഇവിടെ സി പോലെ കാണും. പക്വാശയം എന്നാണ് പറയുന്നത്. ഈ പക്വാശയവുമായി ബന്ധപ്പെട്ട കിടക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ഗ്രന്ഥി. ഇപ്പോൾ സ്റ്റൊമക്കിൽ തന്നെ അഡ്രീനൽ ഗ്രന്ഥിയുണ്ട്, പാൻക്രിയാസ് ഗ്രന്ഥിയുണ്ട്. ഇനി വൃഷണങ്ങൾ എന്ന് പറയുന്നത് പുരുഷ ലൈംഗിക ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ്. അതുപോലെ സ്ത്രീകളിലെ ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് അണ്ഡാശയങ്ങൾ, ഓവറി. ഇത്രയും അന്തസ്രാവി ഗ്രന്ഥികളാണ് നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയിലുള്ളത്. പൈനിയൽ അഥവാ പീനിയൽ ഗ്രന്ഥി, ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രീനൽ ഗ്രന്ഥി അഥവാ അതിവൃക്ക ഗ്രന്ഥി, പാൻക്രിയാസ്, പാൻക്രിയാസിനെ ആഗ്നേയ ഗ്രന്ഥി എന്നും പറയാറുണ്ട്. അപ്പോൾ ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്, വൃഷണങ്ങൾ, ടെസ്റ്റിസ്, അണ്ഡാശയങ്ങൾ, ഓവറി. ഇത്രയും അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ചാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പാൻക്രിയാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പാൻക്രിയാസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? ആമാശയത്തിന്റെ തുടർച്ചയായിട്ട് ഒരു സി പോലുള്ളൊരു ഭാഗമുണ്ട്. ആ സി പോലുള്ള ഭാഗം പക്വാശയം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പക്വാശയവുമായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. ഇനി ഇവിടെ നോക്കിയേ, ഈ പിക്ചർ നോക്കിയേ. പാൻക്രിയാസിന്റെ ഛേദമാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് കോശങ്ങളുണ്ട് അല്ലേ അതിന്റെ ഛേദത്തിൽ നോക്കിയേ. ഈ കോശ സമൂഹങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഐലറ്റ്സ് ഓഫ്
ലാംഗർഹാൻസ്. അപ്പോൾ പാൻക്രിയാസിലെ കോശ സമൂഹങ്ങളെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലുള്ള കോശങ്ങളാണ് ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ. അപ്പോൾ നമ്മൾ പാൻക്രിയാസ് ഗ്രന്ഥിയെ കുറിച്ചാണ് പറയുന്നത്. പക്വാശയത്തിലേക്ക്, ആമാശയത്തിന്റെ തുടർച്ചയായ പക്വാശയത്തിലേക്ക് ബന്ധിപ്പിക്കപ്പെട്ട ഗ്രന്ഥിയാണ് നമ്മൾ പാൻക്രിയാസ് എന്ന് പറയുന്നത്. ഈ ഗ്രന്ഥിയിലെ കോശ സമൂഹങ്ങൾക്ക് എന്താണ് പേര് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരത്തിലുള്ള കോശങ്ങളുണ്ട്, ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ. ഈ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് പാൻക്രിയാസിലെ ഹോർമോണുകളായ ഇൻസുലിനും ഗ്ലൂക്കഗോണും ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിൽ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളാണ് ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും. ഏതൊക്കെ ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കഗോൺ. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ എന്ന ഹോർമോണും ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ എന്ന ഹോർമോണും ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പാൻക്രിയാസിലെ കോശ സമൂഹങ്ങളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നു. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇൻസുലിൻ, ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കഗോൺ. ഇനി എന്തിനാണ് പാൻക്രിയാസിലെ ഈ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി നിലനിർത്തുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ്. നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg/100 ml ആണ്. അതായത് 100 ml ബ്ലഡിൽ ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസിന്റെ അളവ്, സാധാരണ അളവ് എന്ന് പറയുന്നത് 70 മുതൽ 110 mg ആണ്. ഈ ഗ്ലൂക്കോസിന്റെ അളവ് നമ്മുടെ രക്തത്തിൽ നിലനിർത്തുന്നതിന് സഹായിക്കുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നുള്ള പ്രവർത്തനമാണ്. ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് കുറയ്ക്കുന്നതിനായിട്ടുള്ള ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കുറയുകയാണെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്ന ആളാണ് ഗ്ലൂക്കഗോൺ. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml ബ്ലഡ് ആണ്. ഇനി ഈ അളവ് കൂടുതലായാൽ, അതായത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയാണെങ്കിൽ ഗ്ലൂക്കഗോണിനും ഇൻസുലിനും എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? കൂടുകയാണെങ്കിൽ ഇൻസുലിൻ എന്ത് ചെയ്യണം? ഇൻസുലിന്റെ ഉൽപാദനം കൂടുന്നു. എന്നിട്ട് ഈ ഇൻസുലിൻ എന്ത് ചെയ്യുന്നു? ഈ കൂടുതലുള്ള ഗ്ലൂക്കോസിനെ കുറയ്ക്കുന്നു. ഗ്ലൂക്കഗോണിന് ഇവിടെ വലിയ റോളൊന്നും ഇല്ല. കാരണം എന്താ? ഗ്ലൂക്കോസിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണ്. അപ്പോൾ വീണ്ടും ഗ്ലൂക്കഗോൺ കൂടിയാൽ വീണ്ടും ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കില്ലേ? ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം അവിടെ എന്ത് ചെയ്യുകയാണ്? കുറയുന്നു. അങ്ങനെയാണെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയാണെങ്കിലോ? രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ എന്ത് ചെയ്യണം? നമുക്ക് കൂട്ടണം. ശരീരത്തിൽ രക്തത്തിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോൺ എന്ന ഹോർമോൺ ആണ്. അപ്പോൾ ഗ്ലൂക്കഗോണിന്റെ ഉൽപാദനം കൂടുന്നു. അവിടെ ഇൻസുലിന് വലിയ റോളൊന്നുമില്ല, അതുകൊണ്ട് ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നു. ഇനി എങ്ങനെയാണ് ഇവ കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇൻസുലിൻ നമ്മുടെ രക്തത്തിലെ സാധാരണ ഗ്ലൂക്കോസിന്റെ അളവ് എന്ന് പറയുന്നത് 70 to 110 mg/100 ml ആണ്. ഇതിൽ കൂടുതലാകുമ്പോൾ ഇൻസുലിൻ ഉൽപാദനം കൂടുകയും ഈ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പിന്നെയും ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ എന്താ ചെയ്യുക? കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്നു. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ്. പിന്നെന്താണ്? കരളിലും പേശികളിലും വെച്ച് ഈ അധികമായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിച്ചു വെക്കുന്നു. ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി അവിടെ സംഭരിച്ചു വെക്കുന്നു. അപ്പൊ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുക?
രക്തത്തിന്റെ അളവ് കുറയുകയാണ്. രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ത് ചെയ്യും? ഈ കരളിൽ സംഭരിച്ചു വെച്ചേക്കാണ്. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റി സംഭരിച്ചു വെച്ചിട്ടില്ലേ, ആ ഗ്ലൈക്കോജനെ എന്താക്കി മാറ്റും? വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇപ്പൊ ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീന്റെ ചെറിയ ഘടകങ്ങളാണ് അമിനോ ആസിഡുകൾ. ഈ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അപ്പോൾ ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? അധികമുള്ള ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? അളവ് കുറയുമ്പോൾ, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ഈ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി ആ കോശങ്ങളിലേക്ക് കൊടുക്കുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിച്ച് കോശങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഇൻസുലിനും ഗ്ലൂക്കഗോണും ചേർന്നാണ് നമ്മുടെ രക്തത്തിന്റെ സാധാരണ അളവ് നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്. ഇൻസുലിൻ ഇല്ലെങ്കിൽ, ഇൻസുലിൻ നമ്മുടെ ബീറ്റാ കോശങ്ങൾ, അന്തസ്രാവി ഗ്രന്ഥിയായ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ നിർമ്മിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഹോർമോണാണ്. എന്നാൽ ഈ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായിട്ട് ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ അതിന്റെ ലക്ഷ്യകോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. അപ്പോൾ ഇൻസുലിൻ ഇല്ല എങ്കിൽ രക്തത്തിൽ എന്ത് കൂടും? ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. ഇങ്ങനെ രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്നു. സാധാരണഗതിയിൽ മൂത്രത്തില് ഗ്ലൂക്കോസിന്റെ സാന്നിധ്യമൊന്നും ഇല്ല. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ രക്തം പരിശോധിക്കുകയാണ്, ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലാണോ കുറവാണോ എന്നൊന്നും നമുക്കറിയില്ല. 100 ml ബ്ലഡിൽ 126 mg മുകളിൽ എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടായെങ്കിൽ ആ അവസ്ഥയ്ക്കാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിൻ ഇല്ല എങ്കിൽ വരുന്ന രോഗാവസ്ഥയാണ് എന്ത്? പ്രമേഹം. പ്രമേഹം എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസിനെ മൂത്രത്തിലൂടെ പുറത്തു കളയുന്ന ആ രോഗാവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. എന്താണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ? വർദ്ധിച്ച വിശപ്പ്, ദാഹം, പിന്നെന്താ, കൂടെയുള്ള മൂത്രമൊഴിക്കലുമാണ് പ്രമേഹത്തിന്റെ മുഖ്യ ലക്ഷണങ്ങൾ. ഇനി നമ്മൾ ഒരു പ്രാവശ്യം ചെന്ന് രക്തം പരിശോധിച്ചപ്പോൾ രക്തത്തിൽ എന്താണ് ഗ്ലൂക്കോസിന്റെ അളവ് കുറച്ച് കൂടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രമേഹം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 3 മാസത്തെ ഗ്ലൂക്കോസ് നില കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രക്തപരിശോധന പ്രമേഹ രോഗനിർണയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു. അപ്പൊ നമ്മൾ 3 മാസവും ഇങ്ങനെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 mg/100 ml എന്ന തോതിന് മുകളിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ് പ്രമേഹം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. എന്നാൽ 2 തരത്തിലുള്ള പ്രമേഹങ്ങളുണ്ട്. ടൈപ്പ് 1 പ്രമേഹവും ടൈപ്പ് 2 പ്രമേഹവും. എന്താണ് ടൈപ്പ് 1 പ്രമേഹം? ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹത്തിന് കാരണം. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നതാണ് ചികിത്സ. ഇനി അടുത്ത ടൈപ്പ് പ്രമേഹം എന്താണ്? ടൈപ്പ് 2 പ്രമേഹമാണ്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. ടൈപ്പ് 2 പ്രമേഹം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? പാൻക്രിയാസിൽ ഹോർമോണുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇവയെ ലക്ഷ്യകോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം. പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. എന്നാൽ നമുക്ക് ടൈപ്പ് 2 പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ കഴിയും. എങ്ങനെയാണ്? വ്യായാമവും ആഹാര നിയന്ത്രണവും ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗവും ഒക്കെ കൊണ്ട് നമുക്ക് ഈ രോഗാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ടൈപ്പ് 1 കുറച്ച് ഡേഞ്ചറസ് ആണ് അല്ലേ? കാരണം നമ്മുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾ മറ്റൊരു കോശങ്ങളെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതിനെ പ്രത്യേകിച്ച് നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുകയാണ് ചികിത്സ. ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ 14. നമ്മള് ശിശുദിനമായിട്ടാണ് നവംബർ 14 ആഘോഷിക്കുന്നത് അല്ലേ. അന്ന് തന്നെയാണ്
ലോക പ്രമേഹ ദിനവും. ലോക പ്രമേഹ ദിനത്തിന്റെ ലോഗോയാണ് നീലവൃത്തം. ലോകാരോഗ്യ സംഘടനയും ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനും സംയുക്താഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു. വർദ്ധിച്ചു വരുന്ന പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോർമോണുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അന്തസ്രാവി വ്യവസ്ഥ എന്താണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തസ്രാവി വ്യവസ്ഥ. ഈ അന്തസ്രാവി വ്യവസ്ഥയിലാണ് അന്തസ്രാവി ഗ്രന്ഥികൾ ഉള്ളത്. അവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളെ ഹോർമോണുകൾ എന്ന് പറയുന്നു. കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന രാസസന്ദേശവാഹകരാണ് ഹോർമോണുകൾ. ഇനി ഈ അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾക്ക് ആ ശരീരകോശങ്ങളിലേക്ക് എത്തിച്ചേരാൻ പ്രത്യേക കുഴൽ സംവിധാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവയെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത്? രക്തത്തിലൂടെയാണ്. ഹോർമോണുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന കോശങ്ങളെ എന്താണ് പറയുന്നത്? ലക്ഷ്യകോശങ്ങൾ എന്നാണ് പറയുന്നത്. ഇത്തരം കോശങ്ങൾക്ക് ഈ ഹോർമോൺ ഗ്രാഹികൾ ഉണ്ടാകും. ഈ ഹോർമോൺ ഗ്രാഹികൾ വഴിയാണ് ഇവ രക്തത്തിൽ നിന്ന് ഹോർമോണിനെ ആഗിരണം ചെയ്യുന്നത്. ഇനി നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥികൾ ഏതൊക്കെയാണ്? പൈനിയൽ അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥി, ഹൈപ്പോതലാമസ് ഗ്രന്ഥി, പിറ്റ്യൂട്ടറി ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, പാരാതൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, എഡ്രീനൽ അഥവാ അതിവൃക്ക ഗ്രന്ഥി, പാൻക്രിയാസ് ഓർ ആഗ്നേയ ഗ്രന്ഥി, വൃഷണങ്ങൾ, അണ്ടാശയങ്ങൾ. പാൻക്രിയാസിനെ കുറിച്ച് പറഞ്ഞു. പക്വാശയവുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ട അന്തസ്രാവി ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസിലെ കോശ സമൂഹങ്ങളെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്നറിയപ്പെടുന്നു. ഇതിൽ ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളുമാണ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണിനെയും ബീറ്റ കോശങ്ങൾ ഇൻസുലിനെയും നിർമ്മിക്കുന്നു. ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഗ്ലൂക്കഗോൺ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കൂട്ടാൻ സഹായിക്കുന്നു. ഇവ രണ്ടും ചേർന്നാണ് രക്തത്തിന്റെ സാധാരണ അളവായ 70 to 110 മില്ലിഗ്രാം പെർ 100 ml എന്ന തോത് നിലനിർത്തുന്നതിന് സഹായിക്കുന്നത്. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ കരളിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റി രക്തത്തിലേക്ക് കൊടുക്കുന്നു. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. ഇനി ഇൻസുലിൻ ഇല്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ബീറ്റ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായോ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ ലക്ഷ്യകോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെയോ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നു. ഇങ്ങനെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഈ അധികരിച്ച ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്നു. ഈ ഒരു രോഗാവസ്ഥയെ നമ്മൾ പ്രമേഹം എന്നാണ് പറയുന്നത്. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പുള്ള രക്തപരിശോധനയിൽ 126 മില്ലിഗ്രാം പെർ 100 ml എന്ന തോതിന് മുകളിൽ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉള്ള അവസ്ഥയാണ് പ്രമേഹം. 3 മാസം നമ്മൾ രക്തപരിശോധന നടത്തുമ്പോഴും ഈ ഗ്ലൂക്കോസിന്റെ അളവ് 126 mg പെർ 100 ml എന്ന തോതിന് മുകളിൽ തന്നെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം പ്രമേഹം എന്ന രോഗാവസ്ഥയാണ്. ഇതിന്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വർദ്ധിച്ച വിശപ്പ്, ദാഹം, കൂടെയുള്ള മൂത്രമൊഴിക്കൽ എന്നിവയാണ്. പ്രമേഹം 2 തരത്തിലാണുള്ളത്. ടൈപ്പ് 1 പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം ഇൻസുലിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന തകരാറാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ശ്വേതരക്താണുക്കളായ ടി ലിംഫോസൈറ്റുകൾ ബീറ്റ കോശങ്ങളെ നശിപ്പിക്കുന്നു. അതുവഴി ഇൻസുലിന്റെ ഉൽപാദനം തകരാറിലാകുകയും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതിനുള്ള ചികിത്സ എന്ന് പറയുന്നത് ആവശ്യമായ അളവിൽ ഇൻസുലിൻ നൽകുക എന്നത് മാത്രമാണ്. അടുത്ത ടൈപ്പ് 2 പ്രമേഹമാണ്. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിനെ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള കാരണം. മാത്രമല്ല പൊണ്ണത്തടിയും ജീൻ തകരാറും ഈ രോഗത്തിന് കാരണങ്ങളാണ്. എന്നാൽ നമുക്ക് ടൈപ്പ് 2 പ്രമേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നിയന്ത്രിക്കാൻ കഴിയും. വ്യായാമം, ആഹാര നിയന്ത്രണം, ആവശ്യമെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം. ഇതുമൂലം നമുക്ക് ഈ രോഗാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയും. ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത് നവംബർ 14-നാണ്. ഇതിന്റെ ലോഗോ നീലവൃത്തമാണ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ രക്തപര്യന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ, ബഹിർസ്രാവി വ്യവസ്ഥ. ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥ എന്താണ്? അന്തസ്രാവി വ്യവസ്ഥ.
അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ അറിയപ്പെടുന്നത് രാസാഗ്നികൾ, ഹോർമോണുകൾ, അമലേസ്, ലൈസസ്. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ഹോർമോണുകൾ. നാളിരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് ബഹിർസ്രാവി ഗ്രന്ഥികൾ, കരൾ, അന്തസ്രാവി ഗ്രന്ഥികൾ, ലിംഫ് നോട്ട്സ്. നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം അന്തസ്രാവി ഗ്രന്ഥികൾ. ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നാണ്. രക്തത്തിലൂടെ, ധമനികളിലൂടെ, സിരകളിലൂടെ, ലിംഫുകളിലൂടെ. ഹോർമോണുകൾ സംവഹിക്കപ്പെടുന്നത് രക്തത്തിലൂടെയാണ്. പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ. പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ്? ആൽഫ കോശങ്ങൾ, ബീറ്റ കോശങ്ങൾ, ഗാമ കോശങ്ങൾ, രക്തകോശങ്ങൾ. ഇൻസുലിൻ ബീറ്റ കോശങ്ങൾ. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റ കോശങ്ങൾ. 100 ml രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് 9 to 11 milligram, 70 to 110 milligram, 110 to 70 milligram, 80 to 120 milligram. 100 ml രക്തത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് എത്രയാണ്? 70 to 110 milligram അല്ലേ? 70 മുതൽ 110 milligram per 100 ml ആണ് സാധാരണ ഗ്ലൂക്കോസിന്റെ അളവ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, മെലാറ്റോണിൻ. ഏതാണ് പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ? ഇൻസുലിൻ. ഇപ്പോൾ രക്തത്തിൽ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. ഇൻസുലിൻ മാത്രമാണോ? അല്ല അല്ലേ, നമുക്കറിയാം ഗ്ലൂക്കഗോണും ഉണ്ട്. ഗ്ലൂക്കഗോണും ഇൻസുലിനും കൂടെ ചേർന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇൻസുലിൻ ആണ്. അപ്പൊ ആൻസർ ഇൻസുലിൻ. പക്വാശയത്തിലേക്ക് കാണുന്ന ഗ്രന്ഥി പീയൂഷ ഗ്രന്ഥി, പീനിയൽ ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥി, തൈമസ്. ഏത് ഗ്രന്ഥിയാണ് പക്വാശയത്തിലേക്ക് കാണുന്ന ഗ്രന്ഥി? ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് അല്ലെ? പാൻക്രിയാസിന്റെ മറ്റൊരു പേരാണ് ആഗ്നേയ ഗ്രന്ഥി. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് എവിടെയാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പുറംഭാഗത്ത്, പാൻക്രിയാസിന്റെ പുറംഭാഗത്ത്, പാൻക്രിയാസിലെ കോശ സമൂഹങ്ങൾ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പുറകിൽ. എവിടെയാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് കാണപ്പെടുന്നത് പാൻക്രിയാസിലെ കോശ സമൂഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത്. ലോക പ്രമേഹ ദിനം നവംബർ 16, സെപ്റ്റംബർ 14, നവംബർ 14, സെപ്റ്റംബർ 16. എന്നാണ് ലോക പ്രമേഹ ദിനം? നമുക്കറിയാം ലോക പ്രമേഹ ദിനം എന്താണ്? ശിശുദിനത്തിന്റെ അന്നാണ് അല്ലെ? നവംബർ 14. ലോക പ്രമേഹ ദിന ലോഗോ മഞ്ഞവൃത്തം, പച്ചവൃത്തം, ചുവപ്പ് വൃത്തം, നീലവൃത്തം. ലോക പ്രമേഹ ദിന ലോഗോ നീലവൃത്തമാണ്. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ. അപ്പോൾ അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, ഗ്രാലിൻ, അഡ്രിനാലിൻ. അമിനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന ഹോർമോൺ ആരാണ്? ഇൻസുലിൻ ആണോ ഗ്ലൂക്കഗോൺ ആണോ? ഗ്ലൂക്കഗോൺ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ശരിയല്ലാത്തതേത്? ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹം. ലക്ഷ്യകോശങ്ങൾക്ക് ഇൻസുലിൻ ഉപയോഗിക്കാൻ കഴിയാത്തതാണ് ടൈപ്പ് 2 പ്രമേഹം. ശരിയാണോ തെറ്റാണോ അത്? ശരിയാണല്ലേ. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാണ്. പൊണ്ണത്തടിയും ജീൻ തകരാറും ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണമാണ്. ശരിയാണ്. ആഹാര നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ടൈപ്പ് 1 പ്രമേഹത്തെ നിയന്ത്രിക്കാം. ആഹാര നിയന്ത്രണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ടൈപ്പ് 1 പ്രമേഹത്തെ നിയന്ത്രിക്കാം. ശരിയാണോ? ടൈപ്പ് 1-നെയാണോ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്? അല്ല അല്ലേ, ടൈപ്പ് 2-നെയാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്. ടൈപ്പ് 1-നെ നിയന്ത്രിക്കാൻ കഴിയോ? ഇല്ല അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അടുത്തുകൂടി നോക്കാം. ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. ആണല്ലേ, ലിംഫോസൈറ്റുകൾ ബീറ്റാ കോശങ്ങളെ നശിപ്പിക്കുന്നതാണ് ടൈപ്പ് 1 പ്രമേഹം. ശരിയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നത് തടയുന്നു. ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നത് തടയുന്നു. ആണോ? ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് പ്രവേശിക്കുന്നത് തടയുകയാണോ ചെയ്യുന്നത്, പ്രവേശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഇൻസുലിൻ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഇത് ശരിയല്ല, തെറ്റാണ്. ഗ്ലൂക്കഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു. ഗ്ലൂക്കഗോൺ എന്താ ചെയ്യുന്നത്? എപ്പോഴും ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കിയാണോ മാറ്റുന്നത്, ഗ്ലൂക്കോസ് ആക്കിയാണോ മാറ്റുന്നത്? ഗ്ലൂക്കഗോൺ എപ്പോഴും ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റില്ല. തെറ്റാണ്. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. ആണല്ലേ, അപ്പൊ അത് ശരിയാണ്. സാധാരണയായി മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യമുണ്ട്. ഉണ്ടോ? സാധാരണയായി മൂത്രത്തിൽ ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം ഉണ്ടോ? ഇല്ല. രക്തത്തിൽ അധികരിച്ച ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ പുറത്തു പോകുന്ന രോഗാവസ്ഥയാണ് പ്രമേഹം. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, കാൽസിറ്റോനിൻ, മെലാറ്റോനിൻ. കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കുന്ന ഹോർമോൺ ആരാണ്? ഇൻസുലിൻ അല്ലേ. അധികമുള്ള ഗ്ലൂക്കോസിനെ എല്ലാം എന്ത് ചെയ്യുന്നു? കരളിലും പേശികളിലും ഒക്കെ ഗ്ലൈക്കോജനാക്കി സംഭരിക്കുന്നു, കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിനെ പ്രവേശിപ്പിക്കുന്നു അല്ലേ. ഇത് ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എപ്പോഴും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുമ്പോൾ കുറയ്ക്കാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അധികമുള്ള ഗ്ലൂക്കോസിനെ എല്ലാം വേറെ രൂപത്തിലേക്ക് മാറ്റുന്നത് ഇൻസുലിൻ ആയിരിക്കും. ഗ്ലൂക്കഗോൺ എപ്പോഴും അളവ് കുറയുമ്പോൾ കൂട്ടാനാണ് സഹായിക്കുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുമ്പോൾ ആ അളവ് കൂട്ടണമെങ്കിൽ ഗ്ലൂക്കോസിനെ നിർമ്മിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗ്ലൂക്കോസിനെ കൂട്ടാൻ സഹായിക്കുന്ന ആള് ഗ്ലൂക്കഗോൺ എപ്പോഴും ഗ്ലൂക്കോസിനെ നിർമ്മിക്കത്തേ ഉള്ളൂ.